ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കേരള ടു ഉത്തർപ്രദേശ്, അതായത് ട്രിവാൻഡ്രം മുതൽ കന്യാകുമാരിയുടെ ട്രിപ്പിൻ്റെ 3 ദിവസത്തെ യാത്രയാണ്. അതിൽ ഒന്നാമത്തെ ദിവസമായ തിരുവനന്തപുരം ടു ബാംഗ്ലൂർ എന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാടോ. ഇതാണ് നമ്മുടെ കാക്കാമൂല. വളരെ ശാന്തമായി കിടക്കുന്ന. കുറച്ച് കഴിയുമ്പോൾ മൊത്തം തിരക്കാവും. നമ്മള് ഇതൊന്ന് കാണിച്ച് എത്ര മണിക്കാണ് നമ്മളിവിടെ എത്തുകയെന്ന് എക്സ്പെക്റ്റഡ്? വൈകുന്നേരം 4:42 നമ്മൾ ബാംഗ്ലൂര് കോറമംഗല ഗസ്റ്റ് ഹൗസിൽ എത്തുമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ കാക്കാമൂല വളരെ ശാന്തമായി കിടക്കുക. ബാക്കപ്പായി വരുന്നതേ ഉള്ളൂ അല്ലേ? കുറച്ച് കഴിയുമ്പോ തിരക്കാകൂല. പാലം പണി നടക്കുന്നുണ്ട്. നമ്മൾ കല്ലിയൂരെത്തി. ഇവിടുന്ന് ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചതാണ്. എന്റെ സ്കൂൾ ഇതാണ്. ഞാൻ പഠിച്ച സ്കൂള്. ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ മോശമായൊക്കെ തന്നെ മാറിയല്ലേ? സ്കൂള് ഭയങ്കര ഡെവലപ്പായി. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മതിലൊന്നും ഇല്ലായിരുന്നു. 2000 പഠിക്കണേ. 10ാം ക്ലാസ് പാസ്സാണ്. 2000. രാവിലെ എക്സസൈസ് ഇല്ലേ? എക്സസൈസ് ഇപ്പൊ നമ്മള് ഹൈവേയിലേക്ക് കയറി. കന്യാകുമാരി കൊച്ചി പൻവേൽ ഹൈവേ. NH എത്രയാണ്? NH 44. കുറച്ചു നേരം കൊണ്ട് കഴിയുമ്പോ നമ്മൾ ഇതിന്റെ ഈ ഭംഗിയെല്ലാം പോകുമല്ലോ നമ്മുടെ കണ്ണിൽ നിന്ന്. കേരളത്തിന്റെ തമിഴ്നാട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ തമിഴ്നാട് കുറച്ച് ഏരിയ ഇല്ലേ നമ്മള് തിരുനെല്വേലി ആ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ കേരളം പോലെ തന്നെ ഉണ്ടല്ലോ. കുട്ടികളുടെ മക്കള് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പില്. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കുഞ്ഞു പട്ടിയെ കൂടെ കൊണ്ടുവന്നിരുന്നു. അവനെ അടച്ചിട്ടിരിക്കുകയാണ് ബോക്സിനകത്ത്. ഇതാണ് നമ്മുടെ അമരവിള ചെക്ക് പോസ്റ്റ്. പണ്ട് വളരെ രാജപ്രൗഢിയോടെ നിന്നിരുന്നതാ. ഇപ്പം ഒന്നുമില്ല, ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഓൺലൈൻ സിസ്റ്റം ആയതോടുകൂടി ഇതാണ് RT ഓഫീസ്. അല്ലെങ്കിൽ ഇവിടെ എക്സൈസ്, കസ്റ്റംസ്, പോലീസ്, ഒരു രസം തന്നെ. കൊറോണ സമയത്ത് വന്നപ്പോൾ നല്ല ചെക്കിംഗ് ആയിരുന്നു. എല്ലാം ഓൺലൈൻ ആക്കിയപ്പോ ഇവിടുത്തെ RTയുടെ ആ ഒരു ഇത് പോയി. ഒന്നുമില്ലല്ലോ. അതെല്ലാം നിർത്തിയല്ലോ, അതിന്റെ പേര്. ഓ വാവ്, എന്താ കാഴ്ചയല്ലേ! എന്ത് രസാ കാണാനായിട്ട്. സണ്ണിങ്ങനെ റൈസ് ചെയ്ത് വരുന്ന സമയം. കന്യാകുമാരി പോയാലോ? കന്യാകുമാരി പോയിട്ട് പോയാലോ? സൺറൈസ് കാണാൻ. സമയത്തും കാലത്ത് എത്തണമെന്നില്ല. ആകാശത്ത് നോക്കിയാ സീൻ നല്ല രസമുണ്ടല്ലേ? ആ കളറ്, ആകാശം, അവിടെ ഇവിടെ നിൽക്കുന്ന മേഘം. ഞങ്ങളിപ്പോ തമിഴ്നാട്ടിൽ കയറി.
സാഗർ ഗോപി. ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ, കാണാൻ? നല്ല രസമുണ്ടല്ലേ. ടോൾ ഗേറ്റ് ആകുമ്പോൾ ഏതാ ടോൾ ഇത്? വെള്ളമടം. വെള്ളമടിയാ. വെള്ളമടം. ആ മലയുടെ അടുത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാണാൻ നല്ല ഭംഗി. നമ്മുടെ കേരളം ടു ലക്നൌവിന്റെ ആദ്യത്തെ ടോളാണ് ഈ വരുന്നത്. എത്രയാണ് ഇവിടുത്തെ? എത്രയാ? 65. 65. ഫസ്റ്റ് ടോളിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ടോളോട് ടോളായിരിക്കും. ട്രക്കുകളാണ് നിർത്തിയിട്ടേക്കുന്നത് ഇവിടുന്ന്. എന്തോരം ട്രക്കാന്ന് നോക്കി. എല്ലാം വലിയ വലിയ ഇതല്ലേ ട്രോളി. വണ്ടിയൊക്കെ കൊണ്ടുപോകണേ. സ്ഥലമല്ലേ, നല്ല ഭംഗിയുണ്ട്. മലകളും. നമ്മളിവിടെ കാണുമ്പോൾ ശരി പാലക്കാടിന്റെ ഒരു ഇതുണ്ടല്ലേ ഈ നമ്മുടെ കന്യാകുമാരി സൈഡിലോട്ട് വരുമ്പോൾ. അത് ഈ റോഡിലൊരു പ്രത്യേക ഭംഗിയാണ്. നാലുചുറ്റും മലയും കൃഷിയും. ബീഹാർ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. തമിഴ്നാട് ഈ സ്ഥലത്ത് നല്ല നല്ല ഭംഗിയാണ്. നല്ല ഭംഗി. ഈ മല കാണിച്ച് എന്താ രസമല്ലേ. പിള്ളേര് ഉറങ്ങുമല്ലേ, പിള്ളേരെ അവിടെ മേഘത്തോട് മുട്ടി നിൽക്കുന്ന ഒരു മല കണ്ടോ അവിടെ? ആ മലയുടെ പേരാണ് മേഘമല. നമ്മളിങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ആ മല. അങ്ങോട്ട് മൊത്തം കല്ല് ആണ്, മരങ്ങളൊന്നുമില്ല അവിടെ. ഒട്ടക്കൊന്നല്ല, പാറമല. നീ അങ്ങോട്ട് ചെല്ലും തോറും കാറ്റാടി മരങ്ങൾ കണ്ടു തുടങ്ങും. കാറ്റാടി യന്ത്രം. കാറ്റാടി മരമല്ല, കാറ്റാടി യന്ത്രം. സോറി, കാറ്റാടി യന്ത്രം. എന്താ പറയുന്നത്? വിൻമിൽ അല്ലേ? വിൻഡ് മിൽസ്. ഇവിടുത്തെ സ്റ്റാർട്ട് ആവേണല്ലേ ഇത്? കാറ്റാടി യന്ത്രം. ഇത് രസമല്ലേ കാണാനായിട്ട്? ഇത് കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. കൊറേ ഉണ്ട്. ഇവിടുന്നാണ് സ്റ്റാർട്ട്. അടിപൊളിയാണ്. എന്തൊരു വലുതല്ലേ നമ്മളെ ട്രക്കിൽ കൊണ്ടുപോകുമ്പോഴേ അതിന്റെ വലിപ്പം അറിയണത്. ലീഫിന്റെ. ലീഫിന്റെ ഇത് ഞാൻ കറങ്ങുന്നുണ്ടാവും മനസ്സിലാവുന്നില്ല. അത് എന്റെ അടുത്തെല്ലാം അറിയാല്ലേ എന്റെ. എന്നാലും അത്ര അറിയില്ല, അത് കൊണ്ടുപോകുമ്പോഴറിയുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാക്കി ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അതാ വണ്ടി വെച്ച് ഇങ്ങനെ മറ്റേ വലിയ എത്ര 16 തോന്നുന്നു കേട്ടോ, എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. 16
ദൂരേക്ക് നോക്കി എന്തോരാണെന്ന് ഫുള്ള് തന്നെ കാണാൻ പറ്റുമോന്നറിയില്ല, പക്ഷെ ഫുള്ളതാണ്. ഇവിടെ റൗണ്ട് സൈഡിലോട്ടുള്ള കാണിച്ചിട്ട് കുമാരപുരം റൂട്ടാണല്ലേ. ടോള് വരാൻ പോവാ. നമ്മുടെ കേരള ടു ലക്നൌവിന്റെ 3 ദിവസത്തെ ട്രിപ്പിലെ ആദ്യത്തെ ദിവസത്തിന്റെ 2ാമത്തെ ടോളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 500 മീറ്റർ കഴിയുമ്പോൾ ടോൾ എത്രയാണ് ഇവിടുത്തെ? എത്രയാ? കാറ്, ജീപ്പ്, ബൈക്ക് 110 രൂപയോ? 110 110. ടോൾ അങ്ങനെ നോക്കട്ടെ, ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? നങ്കുനേരി ടോൾ പ്ലാസ. കുഴപ്പമില്ല, ഫാസ്റ്റ് ആയിട്ട് തുറന്നു അല്ലേ? പക്ഷെ ഇവിടുത്തെ ടോയ്ലറ്റുകൾ മാത്രം, ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടല്ലേ? സ്വച്ഛ ഭാരത് അഭയൻ എന്നൊക്കെ എഴുതിയിരിക്കും. പക്ഷെ അകത്ത് കയറിയ മൂക്കുമ്പത്തി കയറേണ്ട അവസ്ഥയായിരിക്കും. ലക്നൌവിലോട്ടുള്ള യാത്രയുടെ 3ാമത്തെ ടോൾ. ഏതാ ടോളിന്റെ പേര്? സലാൽ പുതൂർ. സലായ് പുതൂർ. सलाई पुतूर. क्या बोला? सलाई पुतूर. आप सलाई पुतूर. अपने आप गेट खुलता है. पापा 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 तो पार्टी नहीं हुई जाती. तो पार्टी नहीं हुई जाती. പബ്ലിക് ടോയ്ലറ്റ് വൃത്തിയുണ്ടെന്നോ അല്ലേ? കൊള്ളാം. ലെഫ്റ്റിൽ നോക്ക്. 4ാമത്തെ ടോൾ പ്ലാസ ട്രിവാൻഡ്രം ടു ലക്നൗ റോഡ് ട്രിപ്പിന്റെ. എട്ടൂർ വട്ടം ടോൾ പ്ലാസ. पापा 100 രൂപ, 100 रुपया, 100 rupees. मम्मा जी अब हमारे पप्पी का वीडियो बनाओ. ഹായ് നിക്കോ. निको निको. ഹലോ നിക്കോ. हेलो നിക്കോ ചാഞ്ചാടി ഇരിക്കാണ് കാറിന്റെ ആട്ടത്തിനനുസരിച്ച് കേട്ടാ. ഹലോ ഡ്രൈവർ. ഹായ്. ड्राइवर है. പപ്പ ഡ്രൈവർ. अरे भैया पापा ड्राइवर. पापा को ड्राइवर बनाकर ड्राइवर पापा. यहाँ हटती बात. हेलो कुची का तू വെയിൽ തുടങ്ങി. എത്ര ചൂണ്ടേട്ടാ പുറത്ത്? 34 അല്ലേ? 34 ഡിഗ്രി ചൂടുണ്ട്. ഏതായാലും സ്ഥലം ഇത് എരുവപ്പെട്ടി എരുട്ടോട്ടം 8 ഘട്ടം. ചൂടല്ലേ?
പക്ഷെ പുറത്തിറങ്ങിയ ആ ചൂടില്ല അല്ലേ, നല്ല തണുത്ത കാറ്റ്. കാറ്റുണ്ട് പക്ഷെ ചൂടുണ്ട്, നമ്മൾ അറിയണില്ലെന്നേ ഉള്ളൂ. 34 ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ. രാംകോ സിമെന്റ് ഫാക്ടറി. चॉकलेट फैक्ट्री, सीमेंट फैक्ट्री है बेटा, चॉकलेट नहीं है। रामको चॉकलेट फैक्ट्री, सीमेंट फैक्ट्री है। रामको चॉकलेट फैक्ट्री, വലിയ നല്ല രാംകോ रामको चॉकलेट फैक्ट्री, निको रामको चॉकलेट फैक्ट्री रे. സുഹൃത്തുക്കളെ, നമ്മുടെ കേരള ടു ലക്നൗ ഉത്തർപ്രദേശ് എന്ന ജേണിയിലെ 5ാമത്തെ ടോളാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സുന്ദരത അല്ലേ, സൂപ്പർ. മലകളും പക്ഷെ എല്ലാം മൊട്ടക്കുന്നാണ് അല്ലേ, മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്നല്ലേ അല്ലല്ലേ, ചെറിയ മരങ്ങളുണ്ടല്ലേ ഇവിടെ അപ്പുറത്തല്ല, എല്ലാത്തിനും ഉണ്ടല്ലേ മരങ്ങള്, നമുക്ക് തോന്നണുണ്ട് ഇവിടെന്ന് കാണുമ്പോൾ തോന്നണ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് ഏത് റോഡാണ്? NH44 നമ്മുടെ കന്യാകുമാരി സേലം, ബാംഗ്ലൂർ സേലം. നമ്മുടെ എത്രാമത്തെ ടോളാണ്? 8ാമത്തെ അല്ലെ, 8ാമത്തെ ടോൾ. ഏതാ ടോള്? നാമക്കല. രസപാളയം ടോൾപ്ലാസ. നീലാകാശം. പിന്നെ ശേഷം ഇതാവുന്നുണ്ടോ അല്ല, അവര് നമ്മളവിടെ നിന്ന് വന്ന് ബ്രേക്ക് ഔട്ടേണ്ടി വരണം. അത് ബ്രേക്ക് ഔട്ടാണ്ട് തുറക്കണം. പിന്നെന്താണ് ഫാസ്റ്റായി ഇത് നിർത്തി വീണ്ടും ഫസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതെന്താ വേസ്റ്റ് ആണെന്നോ അല്ലേ, പേപ്പർ വേസ്റ്റ്. ആ വണ്ടിക്ക് വെയിറ്റ് കുറവായിരിക്കും അല്ലേ? ആയിരിക്കും, ഞാൻ തോന്നില്ല. നാമക്കൽ റോഡല്ലേ ഇത്? സർവീസ് ചെയ്യണം, സർവീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ട്രക്ക് അതല്ല വണ്ടി. അങ്ങ് മലന്നിട്ടാണ് കാണുന്നുണ്ടോ? ആ സ്കൈ നോക്കിയേ, അത് നല്ല രസമുണ്ട് കാണാൻ. ക്യാമറ കൂടെ കാണാൻ ഒന്നുകൂടെ കൊള്ളാം. ഇറങ്ങി വന്നില്ലേ, അപ്പോഴായിരുന്നു അതിന്റെ എടുക്കേണ്ടത്. നല്ല രസം.
നമ്മളിനി ബാംഗ്ലൂരിൽ തന്നെ 207 കിലോമീറ്റർ ഉണ്ടല്ലേ. അതെ 207 കിലോമീറ്റർ. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോ നമ്മൾ ഇറങ്ങിയാണെങ്കിൽ വൈകുന്നേരം 5 മണി 5:30 ആകുമ്പോ ബാംഗ്ലൂർ പിടിക്കാം അല്ലേ. സ്ലോ ആയിട്ടല്ലേ വന്നോണ്ടിരിക്കുന്നത്. 80, 85, 6 റോഡും ഒക്കെ നല്ല തന്നെ. ഇടയ്ക്ക് ഒരു ഡൈവേർഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അത് പണിയാണ്. കുറച്ചൊക്കെ കഴിയുമ്പോ അതുമില്ല, ഫാസ്റ്റ് ആയിട്ട് പോരാ. നാഗർകോവിലിന്റെ അവിടെയൊക്കെ ഒന്ന് റെഡി ആവാനുണ്ടോ, അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ സൂപ്പറാണ്. കേരളത്തിൽ നിന്ന് ലക്നൗ പോണവർക്ക് 2 പ്രാവശ്യം ഹോൾഡ് ചെയ്ത് പോകേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നേരത്തെ തന്നെ എവിടെയെങ്കിലും ബുക്ക് ചെയ്താ മാപ്പിട്ട് നേരെ അങ്ങ് പോവാ. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ബൈ റോഡ് പോണതല്ലേ ഇഷ്ടം. ട്രെയിനിലൊക്കെ പുറത്ത് കറീസോ ഹോട്ടലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ സൈഡിൽ തന്നെ. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ. എന്താ ദൂരത്തുനിന്ന് മലയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒരു മലയിലും കേറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മലയുടെ താഴ്വരയിൽ കുറെ വീട് അല്ലേ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണ് ശരവണ ഭവനില്. ഒരു സമയം 1:30 ആയിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ നമുക്കൊരു ഹോട്ടലുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാം. സേലം ശരവണ ഭവൻ എന്നാണ് പേര്. ബാംഗ്ലൂർ 180 കിലോമീറ്റർ ബാംഗ്ലൂർ. കപ്പ കൃഷി. हम लोग अभी लखनऊ जा रहे हैं, वीडियो बना रहे हैं। ഡ്രോൺ എടുത്തായിരുന്നു കേട്ടോ. നോക്ക് ഞങ്ങളുടെ പട്ടി കുഞ്ഞു പഴം കഴിക്കണേ എങ്ങനെയാണെന്ന്. പഴത്തത് ഇങ്ങനെ കടിച്ചു കഴിച്ച് തിന്നു നക്കത്തെ. പഴം തന്നെ വെച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞേട്ടാ, തൊലിച്ച് വെച്ചിട്ട് അകത്തുനിന്ന് കടിച്ചു പിടിച്ച് തിന്നണവൻ. ആ ബേട്ടാ ഇപ്പൊ നമ്മള് ഒരു ടോൾ പ്ലാസ് കൂടെ കഴിഞ്ഞു കേട്ടോ. പാളയം 10 ടോൾ പ്ലാസ ആണോ ഇത്രയും നേരം? കൃഷ്ണഗിരി ആയില്ലേ അല്ലേ? സേലം കഴിഞ്ഞാലേ ഉള്ളൂ. പാളയം കഴിഞ്ഞല്ലേ? പാളയം ഭയങ്കര ടോളാ കേസ്. പിന്നെ റോഡ് കൊള്ളാം, നല്ല റോഡാണ്. കണ്ണടച്ച് വണ്ടി ഓടിക്കും. എന്തായാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ വെറുതെ കണ്ണടച്ച് വണ്ടി ഓടിക്കും. ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. कापरी स्नैक्स। मम्मा हम लोग इस वाले पेट्रोल पंप में रुक चुके हैं। अच्छा रुक चुके हैं। എന്തൊരു സുന്ദരമായ സ്ഥലം അല്ലേ? കാറ്റ്. ഈ റൂട്ടല്ലേലും ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള റൂട്ടാണ്.
പച്ചപ്പ് നിറഞ്ഞ കണ്ണിന് കുളിർമയുള്ള സ്ഥലം എന്നൊക്കെ പറയല്ലേ അല്ലേ? NH4 ആ? 44. 4 മാത്രമേ NH4. 44 അല്ലേ? നമുക്ക് 67 കിലോമീറ്റർ പോയാൽ മതി. പക്ഷെ സമയം കണ്ടു 4 മണിക്കൂർ, 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറും 21 മിനിറ്റും ട്രാഫിക്, ഡൈവേർഷൻ, അങ്ങനെ മൊത്തത്തിൽ 67 കിലോമീറ്റർ. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഇത് 2-3 മണിക്കൂർ കാണിക്കുമല്ലേ? എന്ത് നമ്മൾ 298 കിലോമീറ്റർ ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ പോയായിരുന്നു. എത്ര കിലോമീറ്റർ? 6 മണിക്കൂർ. 7-8 മണിക്കൂറിൽ എടുത്തു. 7 മണിക്കൂർ. അത് പിന്നെ മറ്റേ വളവൊക്കെ അല്ലേ, കയറ്റവും വളവൊക്കെ അല്ലേ? നല്ല റോഡ് വേണ്ടേ അവിടെ? റോഡ് സ്ഥലമില്ലല്ലോ, ചെറിയ റോഡല്ലേ. റോഡ് നല്ലതാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ചെറിയ റോഡ്. ഹോട്ടൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. ഹോട്ടല്, പെട്രോൾ പമ്പ്, അത് കുഴപ്പമില്ല, സേഫ് ആയിട്ട് പോവാം അല്ലേ? പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ എത്ര എന്താ പെട്രോൾ? ഇവിടെ തമിഴ്നാടിൽ നിന്ന് 100-150 അല്ലേ? കർണാടകയിൽ എനിക്ക് കുറവായിരിക്കും, തമിഴ്നാടിനെക്കാട്ടി കുറവായിരിക്കും കർണാടകയിൽ. ഇറക്കം നോക്കിയാൽ റോഡ് പണി നടക്കാൻ ഇവിടെയൊക്കെ കുറച്ച് ഒരു വർഷം അല്ലേ? നല്ല അടിപൊളി റൂട്ടാവും ഇവിടെയൊക്കെ. ബാംഗ്ലൂരോട്ട് കയറണ തിരക്ക് നോക്ക്. വണ്ടി ഇങ്ങനെ ലൈനായിട്ട് കിടക്കും. 70 രൂപ അല്ലേ? അപ്പോ എന്നിട്ട് വന്ന് ചെറിയ റോഡിലാണോ വന്ന് കയറണല്ലേ? സിറ്റിയിലോട്ടുള്ളത്. ബാംഗ്ലൂർ കയറി. ഇനി നല്ല ട്രാഫിക് ആയിരിക്കും. ഞാനത് ടോളാണ് കേട്ടാ. മെട്രോ അല്ലേ? മെട്രോക്കത്ത് മെട്രോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. നെടുമലയിലേ ഉള്ളൂ സ്റ്റോപ്പിന്റെ കാര്യം അല്ലല്ലേ? അവിടെ നിന്ന് പറഞ്ഞ അടി കൂടി അങ്ങ് പോവാരി.
26 മിനിറ്റ്. ബാംഗ്ലൂർ സിറ്റി. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. വൃത്തിയൊന്നും ഇല്ല അല്ലേ? ഒരു ചപ്പും ചെറുട്ടിരിക്കെ. NH44, NH48. ഇതിന് 3 പേര് പറയും. NH4 എന്ന് പറയും, NH44 എന്ന് പറയും, NH48 എന്ന് പറയും. പക്ഷെ റോഡ് 2 ഉണ്ട് കേട്ടോ. അതാണ്ട് മേലും താഴെയായിട്ട് റോഡ്. Kodak Global Payments. Metro station. अरे भैया कार दीजिए हम क्या करें? अगर चाहे इसको खा लिया तो सारे दम പേയ്മെന്റ് ചെയ്ത് കാടിന് മേടിച്ചിട്ടല്ലേ? ഞാൻ മേടിച്ച് വെച്ച്. अगर तो मेरे को ऐसे पंच मारना है मैं दिखा दूँ. ട്രാഫിക് എവിടെയോ മഴ പെയ്യുന്നുണ്ട് കേട്ടാ. एक जोड़ा ठीक है ഇവിടെ മഴ ചെയ്താൽ സിറ്റിയിൽ തിരക്കങ്ങ് മാറും. 2 million. एक और समझो भी जोड़ ടൂ വീലർമാരിൽ ഇത്രയും ട്രാഫിക് ഉണ്ടാകും. ठीक है कोई सामने खुला है एक बॉट हो गया पूरा. अच्छा ही ഇവിടെ മഴ പെയ്യുന്നു തോന്നുന്നു അല്ലേ അമ്മ? മഴ പെയ്യും മക്കളെ. നല്ലായിട്ട് അമ്മജി तो मेरा मलयालम नहीं सीखा है पापा से. जो दीदी बात कर रहे वैसे आप भी बात करो. मेरा मलयालम मेरा पूरे എനിക്ക് മലയാളം അറിഞ്ഞൂടാ. ഇല്ല മലയാളം അറിഞ്ഞൂടാ. ഹിന്ദി മാത്രം അറിയാം. മലയാളം അറിഞ്ഞൂടാ. എന്ത് തിരക്കാണെന്നോ കപ്പേ. ഇത്ര നേരം ഇവിടെ കിടന്ന് കറങ്ങണ്. ബാംഗ്ലൂർ ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴി. നമ്മൾ റോഡ് മിസ് ചെയ്തു കേട്ടാ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ പോകേണ്ടി വന്നത്. ഇതാണ് ഗസ്റ്റ് ഹൗസ്. इतना बड़ा बाल कितना बड़ा है. इतना बड़ा बाल. ബുക്ക് गाइस हमारा गेस्ट हाउस. എന്തിനാ അമർ പറഞ്ഞത്? आज बहुत अच्छे गेस्ट അല്ല ചെറു കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ കേട്ടു. വിശ്വേശ്വര ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. ആൾക്കാരൊക്കെ आपको पता है फिर लाट को कितना अच्छे दिखता है. വണ്ടിക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുറി കാണിച്ചു മുറി കാണിച്ചു തരാം. 46